പ്രഡേറ്റർ ഫ്രാഞ്ചൈസിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന റൈറ്റാണ് കില്ലർ ഓഫ് കില്ലേഴ്സ്. റീസെന്റ് ഹോട്ട്സ്റ്റാറിലൂടെ അല്ലെങ്കിൽ ഹുളുവിലൂടെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ആനിമേറ്റഡ് ആന്തോളജി മൂവി. ഈ ഒരു ഫ്രാഞ്ചൈസിന് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്. ഇത് ആനിമേറ്റഡ് ആണെന്ന് പറഞ്ഞ് കുറേ പേര് ഇത് കാണാതിരിക്കുന്നുണ്ടാവും. ആൻഡ് ഞാൻ പറഞ്ഞു മടുത്തു. യു ആർ ഗോൺ റിഗ്രറ്റ് ഇറ്റ്, അല്ലെങ്കിൽ യു ആർ ഗോൺ മിസ് ഇറ്റ്. കാരണം ഇത് ഒരു നോർമൽ ജസ്റ്റ് ഒരു ഈ ഒരു ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിലെ മറ്റൊരു ഇൻസ്റ്റാൾമെന്റ് മാത്രമല്ല, ആ ഒരു ഫ്രാഞ്ചൈസിനെ മൊത്തമായിട്ട് റീഡിഫൈൻ ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ സിനിമയിൽ. അതിൻ്റെ ആ ഒരു ആക്ഷൻ എപ്പിക്കുന്നത് മാറ്റി വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഇത്രയും നമ്മൾ കണ്ടു. ഓക്കെ, പ്രഡേറ്ററിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ കാണിക്കുന്നത് ഇതുവരെ നമ്മൾ കാണാത്ത, എൻ്റെ അമ്മ എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചില സാധനങ്ങളൊക്കെ, ചില മൊമെന്റ്സ് ഒക്കെ ഇതിൽ തരും. ആൻഡ് ഇത് മെയിനായിട്ട് ചർച്ച ചെയ്യും നമ്മൾ ഓൾറെഡി ഈ പേര് പോലെ തന്നെ കില്ലർ ഓഫ് കില്ലേഴ്സ്. നമ്മൾ ഓൾറെഡി പ്രഡേറ്റർ വന്ന് നമ്മളെ മനുഷ്യന്മാരെ ഹണ്ട് ചെയ്ത് കൊല്ലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചുരുക്കം ചില ആൾക്കാർ മാത്രം അവർ തിരിച്ച് ഹണ്ട് ചെയ്ത് ഈ കില്ലേഴ്സിനെ കില്ല് ചെയ്യുന്ന കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ അർണോൾഡ് പടം മുതൽ. സോ അങ്ങനെയുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസും കുറച്ച് ഇവന്റ്സും ആണ് ഇതിൽ കാണിച്ചു തരും. മെയിൻലി ഒരു 3 ടൈം പീരീഡിൽ നമുക്ക് ഓൾറെഡി അറിയാം. പ്രേ എന്നൊരു പടത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു പഴയ ടൈം പീരീഡിലൊക്കെ പ്രഡേറ്റർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് എപ്പോൾ വേണമെങ്കിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പല സമയത്തും വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഇതിനു മുമ്പ് പല സിനിമകളും നമുക്ക് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ആന്തോളജി മോഡിൽ ഒരു 3 വ്യത്യസ്ത ടൈം പീരീഡിൽ എർത്തിൽ ഈ ഒരു പ്രഡേറ്റേഴ്സ് വന്ന് ഇൻവേഡ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇൻസിഡൻസ് ആയിരിക്കും കാണിച്ചു തരിക. പ്രത്യേകിച്ച് ഒരു വൈക്കിംഗ് ഏജിൽ ഒരു വൈക്കിംഗ് വാരിയർ അവരെങ്ങനെയായിരിക്കും ഇതിനെ ഡിഫെൻഡ് ചെയ്യുക. ദെൻ ഒരു വേൾഡ് വാർ ടൈമിൽ എങ്ങനെയായിരിക്കും ഒരു സോൾജർ ഈ ഒരു പ്രഡേറ്ററിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഒരു ജപ്പാനീസ് സാമുറായ് പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു നിഞ്ച ടൈമിൽ ഒരു നിഞ്ച എങ്ങനെയായിരിക്കും ഒരു പ്രഡേറ്ററിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടുകൾ എടുത്തിട്ടാണ് ഈ ഒരു പടം ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന്റെ എക്സിക്യൂഷൻ ഈസ് ടോപ്പ് വാച്ച് എന്ന് പറഞ്ഞാൽ ടോപ്പ് വാച്ച് വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എക്സിക്യൂഷനിൽ ഉപരി ഇതിൽ കുറേ റെഫറൻസുകളും കുറേ ഈസ്റ്റർ എഗ്സ് ഒക്കെ കൊടുത്ത് ഒരു മൊത്തത്തിൽ ആ ഒരു ഫ്രാഞ്ചൈസിന് ഇഷ്ടമുള്ളവർക്ക്, ഇതിന്റെ ഫോളോ അപ്പ് ചെയ്ത് കാണുന്നവർക്ക്, ഇതിപ്പോൾ കാണാതെ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസിനെ പറ്റി അധികം അറിയാത്തവർക്ക് പോലും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറെ എൻഗേജിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ടുള്ളതും നമ്മളിങ്ങനെ കണ്ടിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള റെഫറൻസുകളും ഈസ്റ്റർ എഗ്സും ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രാഞ്ചൈസിനെ തന്നെ റീഡിഫൈൻ ചെയ്യാനും അതിനെ മൊത്തത്തിൽ ഒന്ന് എലിവേറ്റ് ചെയ്യാനും ഇതിന് പറ്റിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ, നമ്മൾ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്നും ഒന്നുമല്ല, ഇനി ഇത് വെച്ചിട്ട് ഇനി ഒരു 10-50 പടം ഇനി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വലിയ യൂണിവേഴ്സ് തന്നെ ആക്കി മാറ്റാൻ പറ്റും എന്ന് പറയുന്ന മോഡലിലേക്കാണ് ഇത് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ചെറിയ ഒരു തോക്കിന്റെ റെഫറൻസ് ഈ ഒരു മൂവിയിൽ ഒരു പർട്ടിക്കുലർ പോർഷനിൽ അത് കണ്ടവർക്ക് അറിയത് നമ്മൾ പ്രഡേറ്റർ 2-ലും ഈ പ്രേ എന്ന പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തോക്കാണ്. ഇതേപോലെ തന്നെ പല മൈന്യൂട്ട് ആയിട്ടുള്ള, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്, ഇതേപോലെ തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറേ റെഫറൻസുകൾ അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു സിനിമയുടെ തന്നെ ഒരു എൻഡിങ് ഉണ്ട്, ഒരു എൻഡ് ക്രെഡിറ്റ് പോർഷനിൽ ഇവർ കാണിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇനി കിടക്കുന്നുണ്ട്, ഇനിയാണ് കുറേ സാധനങ്ങൾ വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതേ ഡയറക്ടർ തന്നെ ഡാൻ ട്രിച്ചൻബർഗ് ഈ ചങ്ങയുടെ കയ്യിൽ സേഫാണ് ഈ ഒരു ഫ്രാഞ്ചൈസി മൊത്തം എന്ന് പറയാം. കാരണം അത്ര കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള പ്രേ എന്ന പടം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് OTT റിലീസിലൂടെ ഇതേ ഹുളുവിലൂടെയും നമ്മുടെ ഇന്ത്യയിൽ ഹോട്ട്സ്റ്റാറിലൂടെയും റിലീസ് ചെയ്ത പടമാണ്. അതും കണ്ടപ്പോൾ എൻ്റെ ഇതൊക്കെയാണ് തിയേറ്ററിൽ ഇറക്കേണ്ടതെന്ന് തോന്നിയ പടം. അത്ര കിഡിലായിട്ട് മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു അതിലും. സോ അതിലെ കുറച്ച് അങ്ങനത്തെ കുറേ സ്പോയിലർ ആവുമെന്ന് ഞാൻ പറയുന്നില്ല. സോ ഇനി അടുത്ത് വരാനിരിക്കുന്ന ബോർഡർലാൻഡ് എന്നൊരു മൂവി ഉണ്ട്, ഈ വർഷം തന്നെ പുറത്തിറങ്ങിയിരിക്കുന്ന പടം. ഐ തിങ്ക് നവംബറിലോ ഒക്ടോബറിലൊക്കെയാണെന്ന് തോന്നുന്നു. സോ അതിൻ്റെ ഇടയിൽ ഈ പ്രേയുടെയും ബോർഡർലാൻഡിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കഥയാണെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും അല്ല, ഇത് എല്ലാത്തിൻ്റെ ഇടയിൽ നടക്കുന്നതാണ്. ഇത് ഈ ഒരു പടം കൊണ്ട് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സ്റ്റോറിയിലേക്ക് കിടക്കുന്നത്. ആൻഡ് ഇതിന്റെ ആക്ഷൻ സീക്വൻസിന്റെ മേക്കിംഗ് ആണ് കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ. സൗണ്ട് ഡിസൈനും ആനിമേഷനും ഈവൻ ഇന്റർകട്ട്സും ഇതിന്റെ എഡിറ്റിങ്ങും എല്ലാം ടോപ്പ് വെച്ച സാധനം. ഒരു അഡ്രിനാലിൻ റഷ് തരുന്ന, പമ്പ് ചെയ്യുന്ന പക്ക ആക്ഷൻ പാക്ഡ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ വേറൊരു പടമായിട്ട് നമുക്ക് റെഫറൻസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ആന്തോളജി മോഡ് കൂടിയാണ്. ഒരൊറ്റ ലിനിയർ ആയിട്ടുള്ള സ്റ്റോറിയിൽ തന്നെയല്ല കാണിക്കുന്നത്, 3 സെപ്പറേറ്റ്. ദെൻ ഇത് 3 കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഇതിൽ കാണിക്കുന്നുണ്ടാവും. ഒരു 4 സെപ്പറേറ്റ് ബ്ലോക്കുകളുണ്ട് ഈ ഒരു പടത്തിന്. 4 കിഡിലാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഹൈ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് 4 അടിപൊളിയാണ്. പക്ഷെ അതിൽ തന്നെ ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു സാമുറ അല്ലെങ്കിൽ ആ ഒരു നിഞ്ച ടൈമിൽ വരുന്ന ഒരു സെറ്റപ്പ്. ഒന്നാമത് ഈ നിഞ്ചാസിനെ തന്നെ അതിന്റെ ആനിമേഷനൊക്കെ തന്നെ വേറെ ആയിരിക്കും. അതിന്റെ കൂടി ഈ പ്രഡേറ്ററും കൂടി വന്ന് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് അവരുടെ വെപ്പൺസും അവരുടെ ആ ഒരു കോമ്പാറ്റ് സ്റ്റൈലിന്റെ ഒക്കെ കൂടെ തന്നെ ഇതും കൂടി വരുമ്പോൾ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ വേറെ ലെവലായിരുന്നു. പോരാത്തന്നെ ആ ഒരു ജപ്പാന്റെ ടെറൈനും അതെനിക്ക് അത്ര ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഈ റീസെന്റ് ആണ് ഈ ഗോസ്റ്റ് ഓഫ് സുഷീമ ഒക്കെ കളിച്ച് തീർത്തത്. സോ ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഏലിയൻ അറ്റാക്ക് കൂടി വന്ന് അവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്ന പറയുന്ന ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ കൂടെ തന്നെ
ആ ഒരു വൈക്കിംഗ് ഏജിൽ ചെയ്തിട്ടുള്ളൊരു പരിപാടി അതായിരുന്നു സെക്കൻഡ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. ആ ഒരു വേൾഡ് വാർ 2 നടക്കുന്ന കാര്യം ഓക്കെ, കമ്പാരിറ്റീവ്ലി ഓക്കെ ആയിരുന്നു. പക്ഷെ അത് മാത്രമായിട്ട് നോക്കിയാൽ അടിപൊളിയാണ്. എൻ്റെ ഇവർ 3 പേര് അല്ലെങ്കിൽ എല്ലാവരും കൂടി ക്ലബ് ചെയ്തിട്ട് വരുന്ന ഒരു പരിപാടി, അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, മൊത്തത്തിൽ കിഡിലെന്ന് പറഞ്ഞാൽ മിസ്സാക്കാതെ കാണേണ്ട ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ഐറ്റം. ആനിമേറ്റഡ് ആണെന്ന് പറഞ്ഞ് മാറ്റി കഴിയുന്നത് യു ആർ കോൺ റിഗ്രറ്റ് ഇറ്റ്. കണ്ടിട്ടില്ലെങ്കിൽ അയ്യോ ഇതൊക്കെ തിയേറ്ററിൽ ഇറങ്ങേണ്ട സ്റ്റഫാണ്. അതാണ് ഇപ്പോൾ OTT വന്നിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഫ്രാഞ്ചൈസ് തുടങ്ങാൻ പോണേ ഉള്ളൂ എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഇതിന് നല്ലൊരു ഭാവി ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു പടമാണ് ഈ കില്ലർ ഓഫ് കില്ലേഴ്സ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര ഹൈ തന്ന. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയും കാണണം, ഇനി ഒരു വട്ടം കൂടി കാണണം. ചില സീക്വൻസുകളൊക്കെ ഞാൻ എടുത്ത് തന്നെ റിപ്പീറ്റ് അടിച്ച് ഒന്നും കൂടി കണ്ടു നോക്കി ഈ ഒരു OTT ആയതുകൊണ്ട് തന്നെ. കാരണം അത്ര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് ഇവർ എല്ലാ സാധനവും കിഡിലായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് അതിലെ കൊടുത്തിട്ടുള്ള ഈവൺ ആക്ഷൻ സീക്വൻസുകളിൽ അടക്കം കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിങ്ങും അതിൻ്റെ സൗണ്ട് ഇഫക്ട്സ് ഒക്കെ വേറെ ലെവലാണ്. സോ പറയാനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരുപാട് പറയും. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.